എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഭൗമികവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവമാറാകട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ഒരു ചെറിയ ചിന്തയുമായിരിക്കാൻ വലിയവനായ ദൈവം നൽകിയ നല്ല അവസരത്തിനാണ് കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ അല്പം പ്രയാസമുള്ള സമയങ്ങളിലൂടെയൊക്കെയാണ് ഈ ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു റിയൽ വീഡിയോ, ഒരു പട്ടാളക്കാരൻ ഈ യുദ്ധത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ആയതുകൊണ്ട് അനേകരെ ലീവിൽ നിന്നൊക്കെ തിരിച്ച് ജോലിയിലേക്ക് തിരിച്ചു വിളിക്കുന്നുണ്ടല്ലോ എമർജൻസി ആയിട്ട്. അപ്പോൾ അങ്ങനെ തിരിച്ച് ട്രെയിനിൽ കയറിപ്പോകുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരുമിച്ചുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞു പോയി. അദ്ദേഹം കൊച്ചുമോള് വളരെ ഉത്സാഹത്തോടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് ട്രെയിനെ വരെ കൊണ്ടുവച്ച് ഡാഡിയെ സഹായിക്കുന്നത് കാണാം. പക്ഷേങ്കിൽ അദ്ദേഹം ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുഞ്ഞ് അച്ഛനെ വീണ്ടും വിളിച്ച് ഒരുമിച്ച് കെട്ടി പിടിച്ച് കരയുന്ന രംഗങ്ങളും, അതുപോലൊക്കെ ആ യുവതിയായിട്ടുള്ള ഭാര്യയെയും കെട്ടിപ്പിടിച്ച് എന്ത് പറയണം എന്നറിയാതെ തിരിച്ചു വരാമെന്ന് പറയുമോ വീണ്ടും കാണാമെന്ന് പറയുമോ ഒന്നും പറയുന്നില്ല ശരിക്കും അവർ തമ്മിൽ. അപ്പം ഭയങ്കര ഇതൊരു ആരെങ്കിലും വീഡിയോ ഇതിനു വേണ്ടി എടുത്തതല്ല, റിയൽ വീഡിയോയാണ്. അപ്പോൾ അനേക മിലിറ്ററി ഉദ്യോഗസ്ഥരുടെ വീടുകളിൽ ഇന്ന് തീയുമായിട്ടാണ് അനേകർ മനസ്സിൽ ആയിരിക്കുന്നത്. നമുക്ക് മലയാളികൾക്ക് ഇതൊക്കെ വലിയ പരിചയം ഇല്ലാത്ത കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ മോക്കപ്പ് ഡ്രില്ലും ഈ വാർത്തകളും മിസൈൽ തീഗോളമായി മാറുന്ന വീഡിയോസും ഒക്കെ നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടപ്പോൾ അനേകരുടെ മനസ്സിൽ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ആയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ പലരും പാനിക്കായിട്ട് മെറ്റീരിയലൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിട്ടും വാർത്തകളൊക്കെ വരുന്നുണ്ട്. കാരണം ഇനിയൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ കിട്ടാതെ വരുമോ, എന്തൊക്കെ ആയിത്തീരുമെന്ന് ആൾക്കാർക്ക് ടെൻഷനായിട്ട് അങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളിലൂടെ ആൾക്കാർ കടന്നു പോവുകയാണ്. ഒരു യുദ്ധങ്ങളും നേട്ടമൊന്നും കൊണ്ടുവന്നിട്ടില്ല. മരണങ്ങളും വേദനകളും ദുരന്തങ്ങളും മാത്രമാണ് എല്ലാം ബാക്കി വെക്കുന്നത്. പല രാജ്യങ്ങളും ഒരുപക്ഷെ സമാധാനത്തോടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചിലപ്പോൾ തേർഡ് പാർട്ടിയും അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും എന്തെങ്കിലും ഒരു ഞോണ്ടൽ മാതിരിയൊക്കെ എന്തെങ്കിലും ചെയ്ത് അത് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളായിട്ട് വരെ മാറിപ്പോകുന്നത് നമുക്ക് ഈ 5-6 വർഷത്തെ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ പഴയകാല ചരിത്രങ്ങളും വലിയ യുദ്ധങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് തന്നെ അങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷയങ്ങളിൽ നിന്നാണെന്ന് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ ചരിത്രം നിങ്ങൾ പഠിച്ചാൽ മതി, എങ്ങനെയൊക്കെയാണ് അത് പൊട്ടിപ്പുറപ്പെട്ടതെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള മിസൈൽ അറ്റാക്കും തീഗോളങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളുടെ ഓരോ ജീവിതത്തിലും ഇതുപോലൊക്കെയുള്ള തീ വാരിയിടുന്ന അനേക സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായതായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഉണ്ടാവാം. എൻ്റെ ബാല്യകാല ജീവിതം മുതൽ തന്നെ ശരീരത്തിനും മനസ്സിനും ഒക്കെ താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള പ്രയാസങ്ങൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും വളരെ സ്നേഹമായിട്ടും സമാധാനത്തോടും ഒക്കെ പോകണം, അല്ല കഴിയുന്ന സഹായമൊക്കെ എന്നാൽ കഴിയുന്നതിനപ്പുറമായിട്ടുള്ള സഹായമൊക്കെ ചെയ്താണ് എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ ജീവിച്ച് അങ്ങനെയുള്ള ഒരു അടിസ്ഥാന സ്വഭാവമുള്ള ഒരാളാണ് ഞാൻ. എന്നിട്ടും അനേകർ പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒഴിഞ്ഞു പോയാലും ഇതിൽ നമ്മളെ പല വിഷയങ്ങളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മളെ ഒരു കാലത്ത് ഉപദ്രവിച്ചവരും ബുദ്ധിമുട്ടിച്ചവരും അപമാനിച്ചവരും ടെൻഷൻ ഉണ്ടാക്കിയവരും നമ്മൾ അവരൊക്കെ നിമിത്തം പരിഹസിക്കപ്പെട്ടവരും ഒറ്റപ്പെട്ടവരും കരഞ്ഞും ദുഃഖിച്ചവരും ഒക്കെ വിഷയങ്ങളിൽ വീണ്ടും നമ്മളെ വലിച്ച് അതിനകത്താക്കി നമ്മളെ ടെൻഷനിലാക്കാൻ ശ്രമിക്കുന്ന പല അവസ്ഥകളിലൂടെയും ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾക്കും പരിചയമുള്ളതായിരിക്കും, അനുഭവമുള്ളതായിരിക്കും. ഞാൻ പറയാൻ കാര്യം ഇത് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത് തന്നെയാണ് ഒരു വ്യക്തിപരമായിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ഒരു സഭാ ജീവിതത്തിലോ ഒരു കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ ഒരു രാജ്യമായിട്ടൊക്കെ പോലും നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇതേ പ്രശ്നമാണ്. നമ്മൾ ഒരു വ്യക്തി എന്നുള്ള നിലയിലാണെങ്കിലോ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ ടെൻഷൻ.
അതുതന്നെയാണ് നമ്മളൊരു രാജ്യത്തിന് യുദ്ധം വരുമ്പോഴും നമ്മൾ വ്യക്തി എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വരുന്നത്. എന്നാൽ എൻ്റെ മനസ്സിൽ ഇത് കടന്നു പോയപ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവവും അല്ലെങ്കിൽ ദൈവം എന്നെ ഏത് രീതിയിലാണ് അതിലൂടെ കടന്നു പോകാൻ എന്നെ പ്രിപ്പയർ ചെയ്തതും അത് ജയിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് നൽകിയതും എന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഈ ദിവസങ്ങൾ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുമായിട്ട് ഇത് ചിന്തിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഇതിനകത്തൊരു പ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുള്ളൂ. നിങ്ങൾക്ക് അതിനുള്ള ഒരു ഡെഡിക്കേഷനും അല്ലെങ്കിൽ ദൈവവുമായിട്ട് ആ രീതിയിൽ ഒരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് പിന്നെ സ്വായത്തമാക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിനു വേണ്ടിയുള്ള രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഇങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് നമ്മളെ ദൈവം എങ്ങനെ ഒരുക്കുന്നു, ദൈവം നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതും, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ നേരിടുമ്പോൾ അത് ഇനിയും ഇതുപോലുള്ള ഒരു യുദ്ധം വരെയുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തിക്കോളൂ. അതേത് പ്രശ്നങ്ങളായാലും അതിനു വേണ്ടി നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യും, അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ അതിജീവിക്കും, നമ്മൾ ജയത്തോടെ പുറത്തു വരും എന്നുള്ള ഒരു അനുഭവമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു 10-15 മാസങ്ങൾക്ക് മുമ്പ് എന്നോട് ഒരാൾ ഇങ്ങനെ ഒരു ദർശനമൊക്കെ കണ്ടിട്ട് ഒരു പ്രവചനം പോലെ ഇങ്ങനെ പറയുകയുണ്ടായി. ഞാനൊരു ഡെഡ് ബോഡി കാണുന്നു, ഞാനൊരു മോർച്ചറി കാണുന്നു എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അല്പം BP-യും ഷുഗറും കൊളസ്ട്രോളും ഒക്കെയുള്ള ഒരാളാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരാളോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നമുക്കറിയാം, ഇങ്ങനെയൊക്കെ കേട്ട് പലരും ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ച കേസുകളൊക്കെ പലപ്പോഴും ഉണ്ട്. ഞാനും ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഒരാൾക്ക് ഒരു മനക്കെട്ടിയില്ലാത്ത, പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ വലിയ മനക്കെട്ടി ഉള്ള ആളല്ല, അങ്ങനെയുള്ള ഒരാളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തീ കോരിയിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അപ്പോൾ പക്ഷെങ്കിൽ ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ ആള് പിന്നെയും എന്നെ വ്യക്തിപരമായിട്ട് സമീപിച്ചിട്ട് എന്നെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കും, ഇപ്പോൾ എങ്ങനെയുണ്ട്, BP എങ്ങനെയുണ്ട്, ഹാർട്ടും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അപ്പോൾ അവർ ചോദിക്കുന്നതിൻ്റെ മറ്റൊരു അർത്ഥമെന്ന് പറഞ്ഞാൽ, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ നീ മരിച്ചില്ലേ എന്നുള്ള, അല്ലെ എപ്പോൾ മരിക്കാറായോ എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് അവരുടെ ചോദ്യം. കാരണം ഞാൻ ദർശനം കണ്ടതാണ്, അല്ലെ എനിക്കൊരു പ്രവചനം പോലെ ഞാൻ പറഞ്ഞതാണ്, അത് എപ്പോൾ നടക്കും, അല്ല നടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അവർക്കറിയേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ ചില ആത്മീയമായിട്ടുള്ള ഇതൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞേ, ആത്മീയതയിലൊന്നും കാര്യമില്ല, അവിടെ ഇന്നൊരു രാജ്യത്തിലെ ഒരു കഥ അറിയാമോ, അയാൾ വലിയ പാസ്റ്ററായിരുന്നു, അയാൾ വലിയ ശുശ്രൂഷകനായിരുന്നു, പക്ഷെങ്കിൽ അയാളെ ദൈവം മാറ്റി, ഈ ലോകത്തിൽ നിന്ന് മാറ്റി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറെ ടെൻഷനാക്കുന്ന കുറെ സംഭവങ്ങളിലൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് 1-2 കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയുകയുണ്ടായി. ഇങ്ങനെയുള്ള ആത്മീയ മേഖലകളിലുള്ളവർ പറയുമ്പോൾ അത് നമുക്ക് പിടിച്ചു നിൽക്കുവാനും അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുവാനും തക്കവണ്ണം നമുക്ക് കഴിയാൻ പലപ്പോഴും നമ്മൾ പരാജയപ്പെട്ടു പോകുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവം എന്നെ ഇതിനായിട്ട് എങ്ങനെ ഒരുക്കി എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുമ്പാണ് ഞാൻ നാട്ടിലുള്ളപ്പോൾ ഞങ്ങളുടെ ഒരു ബന്ധുക്കാരും പരിചയവും ഒക്കെ ഉള്ള ഒരു ഫ്യൂണറല് ചെറിയൊരു അനുസ്മരണം പറയാൻ എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ 2 പോയിന്റ് വളരെ സെക്കൻഡുകൾ മാത്രമുള്ള ഒരു മെസ്സേജാണ്. അത് ആ വീഡിയോ കട്ട് ചെയ്ത് ഞാൻ നമ്മുടെ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം. അത് ചില 90 സെക്കൻഡ് മാത്രമേ ഉള്ള ആ മെസ്സേജ്. അപ്പോൾ അതിൽ കർത്താവ് എന്നെ കൊണ്ട് പറയിപ്പിച്ച 2 പോയിന്റാണ്. ഒന്ന്, സങ്കീർത്തനം 116:15, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. നമ്മുടെ കർത്താവ്, നമുക്ക് കർത്താവിൻ്റെ അടുത്തോട്ട് പോകാൻ വലിയ ആശയൊന്നും ഇല്ലെങ്കിലും കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ മരണം വളരെ വളരെ
എന്തോ ആകാംക്ഷയോടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നോ നോക്കിയിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദർശനം, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. നമുക്ക് അതുപോലൊക്കെയുള്ള ഒരു സ്നേഹം ദൈവത്തിന്റെ സന്നിധിയിലൂടെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ രോഗവും ദുഃഖവും പ്രയാസവും പ്രാരാബ്ദങ്ങളും എല്ലാം വിട്ടിട്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യാശയും ഒരു സന്തോഷവും, പ്രത്യാശ മാത്രമല്ല ഒരു സന്തോഷവും ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മരണത്തെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ തന്നെ പിന്നെ ഞാൻ അതിനോട് ചേർന്ന് പറഞ്ഞ ഒരു കാര്യമാണ് ഫിലിപ്പിയർ 1:21. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും. ഓക്കെ, നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. നമുക്ക് അതിനുവേണ്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് കുറവുകളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ ആണ് ഞാൻ എന്നും ശ്രമിക്കുന്നത്. എന്നാൽ കർത്താവിനോ കൂട്ട് നമുക്കിപ്പോൾ ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മരിക്കുന്നത് നമുക്കൊരു നഷ്ടമല്ല. നമ്മൾ വിശ്വാസികളാണ്. അതുകൊണ്ട് മരിക്കുന്നതെന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ രണ്ട് കാര്യം ഞാൻ അവിടെ 500 പേര് കൂടി ഇരുന്നിടത്ത് പ്രസംഗിച്ചിട്ട്, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവാത്മാവ് എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് അതിൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു, അല്ലെങ്കിൽ എനിക്ക് മരിക്കുന്നത് ലാഭം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് വന്ന ആളാണ്. ഇവിടെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് ഇവർ വന്നിട്ട് വന്ന് പറയുന്നു, നിന്റെ ഡെഡ് ബോഡി കാണുന്നു, മോർച്ചറി കാണുന്നു എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായിട്ട് എന്നോട് സംസാരിക്കുന്നത് ആയിട്ട് മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ കാര്യം. ദൈവം നമ്മൾ ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളെ പരിശുദ്ധാത്മാവിൽ ഈ 2 വചനം നൽകി നമ്മളെ പ്രിപ്പയർ ചെയ്തു എന്ന് മാത്രമല്ല, അത് മറ്റുള്ളവരുടെ മുമ്പിൽ പോയി പറഞ്ഞിട്ട് വന്നാൽ, പറയണമെങ്കിൽ നമുക്ക് അതിനൊരു ഇത് വേണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പബ്ലിക്കായിട്ട് പറയണമെങ്കിൽ അതുപോലെ ഒരു ആത്മീയ ശക്തി ലഭിച്ചാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ ആത്മീയ ശക്തി പ്രാപിച്ചിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ പ്രസംഗിച്ചിട്ട് വന്ന എന്നോടാണ് ഇവർ വന്ന് പറയുന്നത്, നിന്റെ ഡെഡ് ബോഡി കാണുന്നുണ്ട്, നീ ചിലപ്പോൾ മരിക്കും എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലായോ? ഇങ്ങനെ ഈ രീതിയിൽ ദൈവം നമ്മളെ ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഓലപ്പാമ്പ് കാണിച്ചൊന്നും നമ്മളെ അല്ല ഇങ്ങനെയുള്ള പിന്നെ തെറ്റായിട്ടുള്ള പ്രവചനങ്ങളും അല്ലെങ്കിൽ എന്തോ ഉറക്കത്തിൽ സ്വപ്നം കണ്ട ദർശനങ്ങളും വല്ലോ എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മളെ അത് ബാധിക്കത്തില്ല. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ വേറൊരു വാക്യമാണ് ഇവരോട്, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വാക്യമാണ്. നിങ്ങളും ഇത് കാണാതെ നിങ്ങളുടെ ജീവിതത്തിൽ പഠിച്ചു വെച്ചോണം. 1 യോഹന്നാൻ 4:4. നിങ്ങൾ ലോകത്തിലുള്ളവരെ ജയിച്ചിരിക്കുന്നവരാണ്, നിങ്ങൾ ദൈവത്തിലുള്ളവരാണ്, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളിലുള്ളവൻ ആരാണ്? ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിൽ ദൈവം തന്നേക്കുന്നത്. അപ്പോൾ ഈ ആത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓലപ്പാമ്പ് കാണിച്ചും കർത്താവിൽ ആശ്രയിക്കുന്നവരെ തളർത്തുവാനോ തീ കോരിയിടുവാനോ കഴിയുകയില്ല. അതുപോലെ ഇത് നമ്മുടെ ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഞാൻ ബേസിക്കലി എൻ്റെ പഴയകാല ചരിത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികൾക്കും ഒക്കെ സഭയിലുള്ളവർക്കൊക്കെ അറിയാം, ഞാൻ ചെറിയ വിഷയങ്ങൾക്ക് പോലും ടെൻഷനാവുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. എന്നാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പിന്നെ ഫലവും കൃപാവരങ്ങളും ഒക്കെ കൂടുതലായിട്ട് നൽകുമ്പോൾ നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതത്തെ ആ രീതിയിലൊക്കെ സമാധാനവും വിവേകവും ജ്ഞാനവും പരിജ്ഞാനവും ഒക്കെ നൽകി ദൈവം നമ്മളെ നിറയ്ക്കും. സമാധാനവും അല്ലെങ്കിൽ നമുക്ക് സന്തോഷവും നമുക്ക് റിജോയ്സ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കാണുന്നുള്ള ഇപ്പം ഞാൻ ഈ ചിരിക്കുന്ന മുടക്ക് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ അതിൻ്റെ മുമ്പിൽ പുഞ്ചിരിയോടെ എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്, അത് നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ് സന്തോഷിക്കുവാൻ, റിജോയ്സ് ചെയ്യുവാൻ. സത്യമായിട്ട് പറയുകയാണ്, ഞാനിത് പറഞ്ഞ് ഇവരുടെ മുമ്പിലോട് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. ഇത് ഈ ഒരു സമാധാനം, ഇതാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ ലെവലിലേക്ക് നിങ്ങൾക്ക് വളരുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങളുടെ വ്യക്തിപരമായിട്ട് പ്രശ്നങ്ങളാണോ, കുടുംബത്തിലെ പ്രശ്നങ്ങളാണോ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ പറഞ്ഞ കുടുംബ തലങ്ങളിലൊക്കെ നമ്മളെ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളിൽ വലിച്ചിടുവാൻ വേണ്ടി നമ്മളെ ശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ട്. സഭയിലെ പ്രശ്നങ്ങളുണ്ട്, സമൂഹത്തിലെ പ്രശ്നങ്ങളുണ്ട്, ജോലി മേഖലയിലെ പ്രശ്നങ്ങളുണ്ട്, അല്ലെ അയൽപക്കങ്ങളിലെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ അതുപോലെ തന്നെയാണ് രാജ്യങ്ങളിലെ പ്രശ്നങ്ങളും ഈ യുദ്ധത്തിൻ്റെ ടെൻഷനുകളും ഒക്കെ ഇതാണ്. എന്നാൽ നിങ്ങൾക്കിത് അതിജീവിക്കണമെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഒരുപാട് വാക്യങ്ങളുണ്ട്. എന്നാൽ ഈ യോഹന്നാന ലേഖനത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം പറയുവാണെങ്കിൽ, യോഹന്നാന ലേഖനം 1-ാം ലേഖനം അതിൻ്റെ 3-ന്റെ 22-24 വാക്യങ്ങൾ, അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിച്ചാൽ
നിങ്ങൾ യാചിക്കുന്നതൊക്കെയും കിട്ടും. നിങ്ങൾ ദൈവവുമായിട്ട് ഒരു ബന്ധമുണ്ട്, കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാണ് നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും പ്രതിസന്ധികളിലും ഒക്കെ കർത്താവ് നിങ്ങളോടൊപ്പം ഉണ്ടാവും. 24-ാം വാക്യത്തിൽ കാണുന്നത് കൽപ്പനകളെ പ്രമാണിച്ചാൽ അവൻ നിങ്ങളിൽ വസിക്കും, നിങ്ങൾ അവനിൽ വസിക്കും, നിങ്ങൾക്കത് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഇത് വെറും കെട്ടുകഥ പോണക്കുള്ളൊരു സംഭവമല്ല. പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ വസിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ള ആ ഒരു അനുഭവത്തിൽ നമ്മൾ ജീവിക്കാൻ നമുക്ക് കഴിയും. ഈ അനുഭവം ഉണ്ടെങ്കിലേ നമുക്ക് ഈ സമാധാനവും അല്ലെങ്കിൽ ഈ പ്രതിസന്ധികളിലും അല്ലെങ്കിൽ നമ്മളെ ഇതുപോലൊക്കെ ചലഞ്ച് ചെയ്യുന്നവരും അല്ലെങ്കിൽ നമ്മളെ പ്രകോപിക്കുന്നവരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് പുഞ്ചിരിയോടെ അത് അഭിമുഖീകരിക്കുവാനും അവിടെ സമാധാനത്തോടെ ആയിരിക്കാനും നമ്മുടെ വാക്കുകൾ മിതമായിട്ട് ഉപയോഗിക്കുവാനും ഒക്കെ നമുക്ക് കഴിയുള്ളൂ. പ്രിയ ദൈവമക്കളെ, ഇതെൻ്റെ വലിയൊരു സാക്ഷ്യം കൂടാണ്. ദൈവം എന്നെ ഈ രീതിയിൽ ഒരുക്കിയത് ഞാൻ കർത്താവിനായിട്ട് കൂടുതൽ സമർപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയന്ത്രണത്തിന് ഞാൻ എന്നെ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്തപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഈ വലിയ മാറ്റം വന്നത്. ഈ രീതിയിലുള്ള ഏത് മിസൈൽ പൊട്ടിയാലും ബോംബ് പൊട്ടിയാലും കർത്താവേ ഞാൻ നിന്റെ സന്നിധിയിലോട്ടാണ് വരുന്നതെന്നുള്ള വലിയൊരു സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നമ്മളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏത് ശക്തിക്കും നമ്മളെ പരാജയപ്പെടുത്തുവാനോ ടെൻഷനാക്കുവാനോ കഴിയില്ല. നമുക്ക് വീണ്ടും വീണ്ടും പറയുവാൻ ആര് നമ്മളെ ചലഞ്ച് ചെയ്യുന്നവരുടെ മുഖത്ത് നോക്കി പറയുവാൻ അല്ലെ നമ്മുടെ മനസ്സിൽ പറഞ്ഞ് സന്തോഷിക്കുവാൻ കഴിയും. എന്നിലുള്ളവൻ നിന്നിലുള്ളവനേക്കാൾ അല്ലെങ്കിൽ ലോകത്തിലുള്ള പൈശാചിക ശക്തികളെക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുവാൻ നമുക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തിലും ഈ രീതിയിൽ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസത്തിൽ ജീവിപ്പാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ആ രീതിയിലുള്ള സമർപ്പണവും കർത്താവിൽ നിന്ന് കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്നെ കൂടുതലായിട്ട് എന്നെ നിയന്ത്രിക്കണമേ എന്നുള്ള ആ സറണ്ടറിങ് നേച്ചർ, നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മൾ സറണ്ടർ ചെയ്ത റോമാലേഖനം 6-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ നമ്മളെ സറണ്ടർ ചെയ്യണം. മരിക്കുന്ന രീതിയിൽ നമ്മൾ താഴ്ത്തി കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യങ്ങളിൽ കൂടുതലായിട്ട് നിയന്ത്രണം ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിൽ ഇത് കാണും. നമ്മളെ 3:24 പറഞ്ഞതുപോലെ വി വിൽ ഫീൽ ഇറ്റ്. നിങ്ങളെ കർത്താവ് നടത്തുന്നത് കാണുവാൻ കഴിയും. അഡ്വാൻസ് ആയിട്ട് നിങ്ങളെ കർത്താവ് നടത്തും. മനസ്സിലായി, നിങ്ങളെ പ്രിപ്പയർ ചെയ്യും. ഒരു ശക്തിക്കും നിങ്ങളെ തകർക്കുവാനോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ വേദനിക്കുവാനോ ടെൻഷൻ ഉണ്ടാക്കുവാനോ ഒന്നും കഴിയുകയില്ല. വലിയവനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാവും, നിങ്ങളുടെ തലമുറയിലുണ്ടാവും, നിങ്ങളുടെ സഭാജീവിതത്തിലുണ്ടാവും. എല്ലാ മേഖലയിലും നിങ്ങൾ അതിൻ്റെ മാറ്റങ്ങൾ കാണും. ഈ ഒരു വലിയ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും വരുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം പരിശുദ്ധാത്മാവ് നിങ്ങളെയും സഹായിക്കട്ടെ എന്നുള്ള വലിയ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൻ്റെ വലിയൊരു നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ.